ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇതാ ഈ 3 മരുന്നിൻ്റെ പിന്നാലെയാണ് എൻ്റെ ലോകം. അസുഖമുള്ളത് എനിക്കല്ലെങ്കിൽ ആളെ കണ്ടാൽ ഇവനാണോ രോഗിയെന്ന് ഒന്ന് ചിന്തിച്ചു പോകും. അപ്പോൾ ശ്രീയുടനാണെങ്കിൽ 2-3 ദിവസമായിട്ട് നല്ല പനിയും ജലദോഷവും ചുമയൊക്കെ ആയിട്ട് 3 ദിവസമായിട്ട് വീഡിയോ എടുക്കാനോ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല എനിക്ക്. അപ്പോൾ പനിയില്ലാത്ത സമയത്ത് അവനിങ്ങനെയാണ്. പനി ഒന്ന് തണുക്കുമ്പോൾ ഇങ്ങനെ അവൻ്റെ കുരുത്തക്കളൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ അതും ഒരു രസമാണല്ലോ. എത്രയൊക്കെ വികൃതി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലാണ് നമുക്ക് അവരുടെ ആ കുരുത്തക്കേടൊക്കെ മിസ് ചെയ്യുന്നത്. പിന്നെ ചെറുതായ രീതിയിൽ പിന്നെയും പനി വന്ന് തുടങ്ങുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് അവൻ. പിന്നെ എൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. എല്ലാ സമയം അവൻ്റെ കൂടെ റൂമിൽ കിടന്നു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഹാളിൽ ഒരു പായ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതാവുമ്പോൾ എൻ്റെ പണിയും നടക്കും, അവനാണെങ്കിൽ എല്ലാവരെയും കാണാൻ ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെ നിലത്ത് പായ വിരിച്ചിട്ട് കൊടുത്തത്. പിന്നെയാണെങ്കിൽ ഒന്ന് കിടന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. അവിടെ നിന്നും അവനെ കൊണ്ട് കഴിയുന്നതൊക്കെ അവൻ ചെയ്യും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കുട്ടികളാവുമ്പോൾ കുറച്ച് വികൃതിയൊക്കെ ഉണ്ടാവില്ലേ, ഉണ്ടാവണമെന്നാണല്ലോ. പിന്നെയാണെങ്കിൽ നമ്മൾ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് മക്കൾക്ക് എന്തെങ്കിലും അസുഖം വരുന്നതായിരിക്കും. അതിനോളം വലിയ ടെൻഷൻ വേറെ ഒന്നുമില്ല. അവരൊക്കെ ആണെങ്കിൽ നമ്മളും ഓക്കെയാണ് അല്ലേ. പിന്നെ ശ്രീകുട്ടൻ്റെ 2-3 ദിവസത്തെ മെയിൻ ഭക്ഷണം ഈ കഞ്ഞിയാണ്. വേറെ ഒരു ഭക്ഷണത്തോടും അവനിപ്പോൾ വലിയ താല്പര്യമില്ല. അപ്പോൾ കഞ്ഞിയാകുമ്പോൾ രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് കഞ്ഞി, വൈകുന്നേരം കഞ്ഞി, അങ്ങനെ എല്ലാ നേരവും കഞ്ഞി കുടിച്ചോളും. അതാണെങ്കിലും പനിയുള്ള സമയത്ത് കുടിപ്പിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇപ്പം പനിയൊക്കെ കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.